ولا ينافي طلب التعريج إليها السابق أنه لم يحفظ عنه صلى الله عليه وسلم عند مجيئه من الجعرانة محرما بالعمرة ولا ينافي إلا نافى ينافي ولا ينافي طلب التعريج തെറ്റിയൊടിഞ്ഞു പോകണം എന്ന് പറഞ്ഞത് ആ വഴിയിൽ അല്ലെങ്കിലും അതിലേക്ക് സ്പെഷ്യലായി തെറ്റി ഒടിഞ്ഞ് അവിടെ എത്തണം എന്നാ പറഞ്ഞത്. തെറ്റി ഒടിപ്പിച്ച് പോയി. തലബുത്തൈരീജി ഇലൈഹ സനിയത്തിലേക്ക് എങ്ങനെയുള്ള തൊലബ് അസാബിഖു കമാ ഹുവൽ അഫ്ളലു എന്ന് പറഞ്ഞിട്ടുണ്ട് 65 സാബിഖ് കമാ ഹുവൽ അഫ്ളലു എത്രത്തോളം വൈലം തക്കുന്നലാത്ത രീതി എന്താണ് അതിലേക്ക് സ്പെഷ്യൽ ഒടിയണം എന്ന് പറഞ്ഞത് എതിരല്ല. നിമിതങ്ങൾ ഒടിയാതെ നേരെ ഇപ്പുറത്തേക്ക് സനിയത്തു സുഫലയിൽ കൂടിയാൽ ولا ينافي طلب التعريج ولا ينافي طلب التعريج طلب التعريج ഒടിഞ്ഞു പോകൽ ആവശ്യപ്പെടൽ എതിരല്ല. എന്തിലേക്ക്? ഇലൈഹാ സനിയ ഉല്യാ സനിയത്ത് മേലെ ചൊരം വിമാനം പറക്കും പോലെ ഉണ്ടാവും. സനിയത്തുൽ ഉല്യയിലേക്ക് അവിടെ കരുതി കൂട്ടി പോകണം എന്ന് പറഞ്ഞത് എതിരല്ല. അസാബിഖു 65 എന്തെതിരല്ല? തീർച്ചയായും കാര്യം നബിയുനാ റസൂലുള്ളാഹി ഞങ്ങളെ തൊട്ട് റിപ്പോർട്ടില്ല. ജിയാറാനത്തിൽ നിന്ന് വരുമ്പോ മഹിരിമുമ്പിൽ ഉംറക്ക് ഏറാൻ കെട്ടിയിൽ വരുമ്പോ നബിതങ്ങൾ അങ്ങേക്ക് പോയിട്ടില്ല. ഇവിടുന്ന് തന്നെ കുത്തന എളുപ്പത്തിൽ കയറി പോയി. അതുപോലെ വലാമിൻ ഇന്നലെ ഫരീഹി ഹദീസ് ഇഹ്റാമിഹി മിൻ ഉംറ മിനൽ ജിറാൻ അത് കണ്ടുവരും. നഫ്രസ് മിനയിൽ നിന്ന് ബുഖാരിയിലുണ്ട്, മുസ്ലിമിലുണ്ട്. മജീഹി മിനൽ ജിറാന മജീഹി മിന ലിഅന്നഹു ലാ യൽസമു മിൻ അദമിൻ നഖലി അദമുൽ വുഖൂഇ നബിതങ്ങൾ അങ്ങേക്ക് തെറ്റിയൊടിഞ്ഞതായി റിപ്പോർട്ടില്ല എന്നതുകൊണ്ട് അർപ്പിക്കാൻ വയ്യ. അങ്ങോട്ടേക്ക് സ്പെഷ്യൽ പോയിട്ടില്ല എന്ന് പറയാനായിട്ടില്ല. പോയിട്ടില്ല എന്നല്ല രേഖ, പോയതായ രേഖ നമ്മളെടുത്തില്ല. അതുകൊണ്ട് പോയിട്ടില്ല എന്ന് വരോ? പോകാൻ പഠിപ്പിച്ച നബിതങ്ങൾ പോയിട്ടുണ്ടാവൂലേ? ലിയന്നഹു എതിരല്ല എന്ന് പറഞ്ഞത് എന്തുകൊണ്ട്? ലാ യൽസമു മിൻ അദമിൻ നഖലി അദമുൽ വുഖൂഇ ഫഹുവ ജിറാനത്തിൽ നിന്ന് പോകുമ്പോൾ ഒടിഞ്ഞു ചിക്കിയിട്ടുണ്ടോ, മിനയിൽ നിന്ന് വരുമ്പോൾ ഒടിഞ്ഞു ചിക്കിയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് മസ്കൂക്കുൻ ഫീ. ഇല്ല എന്ന് പറയാ ഏതൊരു കുട്ടിക്ക് അധികാരമുണ്ടോ? അതേ സമയത്ത് നബിതങ്ങൾ ഒടിഞ്ഞു തെറ്റിയിട്ടുണ്ട്. ഇലൈഹ സനിയത്തുൽ ഉല്യ കിട്ടാൻ വേണ്ടി ഖത്തൻ അഫലൻ മഅലൂമുൻ ഒരു പ്രാവശ്യം അങ്ങനെ പോയിട്ടുണ്ട് എന്ന് അറിയപ്പെട്ടിട്ടില്ലേ? പിന്നെ മസ്കൂക്ക് എടുത്തിട്ട് അമൽ ചെയ്യും. നബിതങ്ങൾ സാക്ഷാൽ പഠിപ്പിച്ചതും ചെയ്ത് കാണിച്ചതും എങ്ങനെയാ? ഇതിന് വളഞ്ഞു തിരിഞ്ഞിട്ടുണ്ടോ ഇല്ലേ? അതില്ലെങ്കിൽ വേണ്ട, ഇതല്ലല്ലോ എടുക്കേണ്ടത്. സുഫലയിൽ കൂടി ഇറങ്ങിപ്പോകണം. അങ്ങനെയുണ്ട്. സുഫല എന്ന് പറഞ്ഞാല് ഇപ്പൊ ആ പ്രകൃതി ഒന്നും ആയിരിക്കൂല. ഉല്യാസനീയത്താകുമ്പം ശരിയായ വയനാട് പോലെ. ഓ വയനാട് കൂടല്ലൂരെല്ലാം പോകുമ്പോ അല്ലെങ്കിൽ ഷിമോഗ പോയി നോക്ക്, വിമാനം കയറുന്ന അതേപോലെ തന്നെ. ബസ്സിൽ ഇങ്ങനെ കുത്തനെയാകല്ല, വീട്ടിലിരുന്നവരെല്ലാം അടിയിലുണ്ടാവും. അതേസമയത്ത് ഇറങ്ങുമ്പോണ്ടല്ലോ ശരിയായ സുജൂദ, സുഫലയിൽ കൂടി ഇറങ്ങിപ്പോകണം. ഇന്നഹു മഅലൂം നബിതങ്ങൾ ഒരു മറത്തിൽ സുഫലയിൽ കൂടെ ഇറങ്ങിയിട്ടില്ലേ?
എന്നിട്ട് ഇങ്ങനെ ഇറങ്ങേണ്ടത് പറഞ്ഞില്ലേ? വൈലാ അറഫ ഔ ഗൈരിഹ ഇന്നഹു മശ്കൂകുൻ ഫീഹി. എവിടേക്ക് പോകുന്നുണ്ടെങ്കിലും സുഫലയിൽ കൂടി ഇറങ്ങാവൂ. അന്ന് അറഫയിലേക്ക് പോകുമ്പോ ഈ സുഫലയിൽ കൂടിയാണോ അല്ല വേഴ വഴിയിലാണോ എന്ന് നമ്മൾക്ക് ഉറപ്പില്ല. ഫഖുദ്ദിമൽ മഅലൂമു വഖീസ ബിഹി മാ സഅലത്ത്. ഫഖുദ്ദിമ അൽ മഅലൂമു, മഅലൂമിനെ ബന്ധിക്കപ്പെട്ടു, ഒന്നിനെയും വഖീസ ബിഹി മാ സഅലത്താക്കിയില്ലെങ്കിൽ നോക്കൂല. വഖീസ ബിഹി അതിനോട് ഖിയാസാക്കപ്പെട്ടു, വേണ്ടെന്ന് നോക്കി. അങ്ങനെയല്ലേ വേണ്ടി മാ സഅലന്താ ഇടയിൽ പറയുന്നുണ്ടാവും. അങ്ങനെ ഉണ്ടാവും. മാ ഉണ്ടെങ്കിൽ അർത്ഥം വെക്കുന്നില്ല. ഹിക്മത്തു എന്നാ അതിന്റെ ടെക്നിക്ക് പറ. എന്തിനാണ് ഇത്രയും വലിയ കയറ്റം കയറുന്നത്? സനിയത്തുൽ വലിയ കഥ കുത. കുത എന്ന് പറഞ്ഞാൽ ശരിയായ ഇടിഞ്ഞു മുതലാണ് കുത. ഇറങ്ങിയിട്ട് വരുമ്പോ ഏടത്തേക്ക് പോകണ്ടിട്ട് കുതയിൽ കൂടി വരും. കയറുമ്പോ എന്ത് വേണം? കയറുമ്പോ കയറ്റം വലിയില്ല. അതിന് തെക്കിൽ പാലത്തിലേക്കൂടെ വരുമ്പോ തന്നെ ലോറി കയറുന്നില്ല. ഇന്ന് നോക്ക്, ചെറുപത്തൂരിലുണ്ട് ഇതേപോലെ ലോറി വന്നായി കയറ്റം കയറുന്നില്ല, വലിയില്ല. 12 ടയറുള്ളല്ലോ വന്നായി പോന്നു. ഇവിടെ തെക്കിലേ ഹൈവേ. ഇതെന്തിനാ ഇത്ര ചുരം കയറേണ്ട ആവശ്യം? ഹമ്പിൾ സിമ്പിൾ വഴിയില്ലേ? പിന്നെ ഹിക്മത്തു അൽ-ഇശ്ആറു മാ യദ്ഖുലുഹു അലാ ഗൈരിഹി. എന്താ അൽ-ഇശ്ആറു ബിഉലുവി ഖദ്രി മാ യദ്ഖുലുഹു, അതിന്റെ ഉലുവ് അറിയിക്കുക. അലാ ഗൈരിഹി, മറ്റുള്ളവയെക്കാളുള്ള ഉലുവ്. മാ യദ്ഖുലുഹു അലാ ഗൈരിഹി അല്ല, ഉലുവ് സ്റ്റാൻഡേർഡ് നിലനിർത്തുക. ഇതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ നയിച്ചിട്ട് കയറേണ്ട ഒരു സ്ഥലം തന്നെയാണ് മക്ക ഷരീഫ്. ഒന്ന് കാണിക്കണ്ടേ? അൽ ഇശ്ആറു അറിയിക്കലാകുന്നു ബിഉലുവി ഖദ്രി മാ യദ്ഖുലുഹു അലാ ഗൈരിഹി, മറ്റുള്ളവയേക്കാൾ അഫിൽ ഖുറൂജി ബിൽ അക്സ്. സ്റ്റാൻഡേർഡ് വളരെ കുറവാണ്. ഇപ്പം വന്ന തന്നെയാ മുന്തിയത്. ഇനിയൊന്നും കൊള്ളൂല, ഇനിയെല്ലാം തീർന്നു എന്ന് സങ്കടബോധം അറിയിക്കാൻ. അല്ലെങ്കിൽ അതന്നെ ആവണമെന്നില്ല. ഔ മാ ജാ അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാ, റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാ തങ്ങളെ തൊട്ട് വന്നിട്ടില്ലേ? അന്ന ഇബ്രാഹിം സല്ലല്ലാഹു അലൈഹി വസല്ലം ലമ്മാ അമറഹു അല്ലാഹു തആല, ഇബ്രാഹിം നബിയോട് അല്ലാഹു തആല കൽപ്പിച്ചു കഅബ പൂർത്തിയായ ശേഷം അയ്യുഅദ്ദിന ഫിന്നാസി ബിൽ ഹജ്ജ്, എന്താ ജനങ്ങളെ ക്ഷണിച്ചോളി. ഖിയാമത്ത് നാൾ വരെ ആരെല്ലാം ഇവിടെ വരാനുണ്ടോ അവരൊക്കെ ക്ഷണിക്കുന്ന. ഹാക്കിമിലുണ്ട്, ബൈഹഖിയിലുണ്ട്, ഇബ്നു അബീ ശൈബയിലുണ്ട്, ഖുർത്തുബിയിലുണ്ട്, ഇബ്നു അബീ ഹാത്തിമിലുണ്ട്. സൂറത്തുൽ ഹജ്ജ് 27. വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ് യഅ്തൂക റിജാലൻ വഅലാ കുല്ലി ളാമിരിൻ യഅ്തീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ് ലിയശ്ഹദൂ മനാഫിയ ലഹും വയദ്കുറു സ്മല്ലാഹി ഫീ അയ്യാമിൻ മഅലൂമാത്ത് അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം. സൂറത്തുൽ ഹജ്ജ് 27. ഖുർആൻ എടുക്കണം. വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ് യഅ്തൂക റിജാലൻ വഅലാ കുല്ലി ളാമിരിൻ യഅ്തീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. ഖുർആൻ കാണാൻ പടപ്പെടുത്തോ? എന്ത് എന്ത് വലിയ ഇൽമാണ്. 5 വരി 6 വരി എപ്പം പഠിച്ചാൽ പോലെ ഇല്ലേ? ഉച്ചക്കാമറ്റം നടന്നിട്ട് ഇരുന്നിട്ടു, അല്ലെങ്കിൽ കടന്നിട്ട് കടന്ന് ധരിച്ചിട്ട് ബോധം കെട്ട പോലെ ഉണ്ടാവും. പക്ഷെ ഇത് ഇങ്ങനത്തെ എന്തോ അപ്ലോഡാക്കുന്നുണ്ട്. ജനങ്ങളിൽ വിളിച്ചു അനൗൺസ്മെന്റ് ചെയ്യുക ബിൽ ഹജ്ജ്. എങ്കിൽ യൗതൂക നിജാനൻ പുരുഷന്മാരായിട്ടൊന്നല്ല, നടരാജൻ നടന്നിട്ട് വയലാപ്പള്ളി മാവിനി, അതുപോലെ ഒട്ടിപ്പിടിച്ചതായ ഒട്ടകപ്പുറത്തു യാത്ര ചെയ്ത് 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 5000 കിലോമീറ്റർ ആയില്ലേ? പിന്നെ വയറെല്ലാം ഒട്ടിയില്ലേ?
ആഴമേറിയ വഴിയിൽ നിന്ന് വരും. ലിയശ്ഹദൂ മനാഫിഅ ലഹും വയദ്കുറു സ്മല്ലാഹി ഫി അയ്യാമിൻ മഅലൂമാത്തിൻ അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം. നിലയിലെ കാന നിദാഉഹു അല സനിയത്തിൽ ഉൽയാ ഫൗസിറത് ബിദ്ദുഖൂലി മിൻഹാ ലിദാലിക. അപ്പൊ ചോദിക്കുന്നത് അവിടെ അല്ലല്ല, ഇങ്ങനെ വിളിച്ചു പറഞ്ഞത് മാറിയ ഇപ്പോ അത് വന്ന് ആ വന്നിട്ടാണ് ചെറുതായി വിളിച്ചു പറഞ്ഞത് മാറ്റം കാണുന്നുണ്ടല്ലോ. എന്താണ് ഇബ്രാഹിം അലൈഹിസ്സലാം ഉല്യയിൽ വെച്ച് ഇബ്രാഹിം നബി ദുആ ചെയ്തതാണ് മുഫസ്സിരീങ്ങൾ പറഞ്ഞത്. ഇബ്രാഹിം സൂറത്ത് 37 ശരീഅത്തുൽ നിന്ന് അനൗൺസ്മെന്റ് ആക്കി. ഞാൻ നിങ്ങളല്ലേ സ്പ്രിംഗ് ആക്ഷൻ പോലെ ഇങ്ങനെ പൊന്തിയിട്ടും താണിട്ടും വന്നെന്നെല്ലാം പറഞ്ഞ് കഅബത്തിന്റെ മുമ്പിൽ നിന്നല്ലേ വിളിച്ചു വന്നത്. ഇത് ദുആ ചെയ്യല്ലേ ചെയ്ത് പഠിച്ചവനെ ഇത്ര അലങ്കാരമായ പള്ളി ഞാൻ എൻ്റെ മകൻ നെയ്ച്ചിട്ടുണ്ടാക്കിയല്ലോ. ഇവിടെ ആരാപേർത്ത് എൻ്റെ ഭാര്യ ആദരവീയ കുഞ്ഞുമോൻ ഇസ്മായിൽ അല്ലാണ്ട് വേറെ ആരുണ്ട്? ഇബ്രാഹിം സൂറത്ത് 37 എന്നാലേ കിട്ടുള്ളൂ. സൂറത്ത് ഇബ്രാഹിം 37. ربنا إني أسكنت من ذريتي بواد غير ذي زرع عند بيتك المحرم ربنا ليقيموا الصلاة فاجعل أفئدة من الناس تهوي إليهم وارزقهم من الثمرات لعلهم يشكرون. ദുആ ചെയ്തതാണ് സനിയത്തുൽ ഉലിയയിൽ വെച്ച്. പഠിച്ചവനെ ഇത്ര അമരചുംബിയായ പള്ളി ഉണ്ടായിട്ട് എന്ത് കാര്യം? ഞാൻ എൻ്റെ മക്കളെയും ഭാര്യയെയും കൊണ്ടിട്ട് വിവാദി ജനങ്ങളിൽ നിന്ന് ഒരു വിഭാഗത്തിന്റെ മനസ്സ് ഇതിലേക്ക് ചായ്ക്കുന്നു. അവിടെ മിനന്നാസി പറഞ്ഞിട്ടില്ലെങ്കിൽ മക്ക ഷരീഫ് കന്നിയായി കലങ്ങുമായിരുന്നു എന്നാ പറയുന്നത് ഇബ്നു അബ്ബാസ്. ലോകത്തുള്ള മുഴുവൻ ആളും വന്നാൽ കൊടാനം കൂടി വന്നാൽ ഇതെന്താക്കൽ മിനന്നാസി പറഞ്ഞത് കൊണ്ടാണ് 40 ലക്ഷത്തിലും 60 ലക്ഷത്തിലും അടങ്ങിയത്. തബയിലിന്റെ മുന്നേ അങ്ങനെ ദുആക്ക് ശേഷം എന്തായി? ഭൂമി ലോകത്ത് ഏറ്റവും വലിയ സ്ട്രീറ്റ് സ്റ്റാൾ, ഫ്രൂട്ട് സ്റ്റാൾ എവിടെയാ? മക്കയിലാണ്. എല്ലാ പഴവർഗ്ഗങ്ങളും എല്ലാ കാലത്തും കിട്ടും മക്കയിൽ. എല്ലാം ദുആന്റെ ഇജാബത്താണത്. അപ്പോൾ ആ ദുആ ചെയ്ത സ്ഥലത്തേക്കൂടെയല്ലേ കയറേണ്ടത്? ഫജിഅൽ അഫീദത മിനൻ നാസി, അതിലേക്ക് കയറൽ അബ്ലഗു ഫീ തഹഖീഖി ഇസ്തിജാബത്തി ദുആ ഇബ്രാഹിം അല്ലേ? കൂടാതെ അതിലേ കടന്നാൽ അപ്പൊ ശൂന്യാക്ഷരായിട്ട് ഇതില്ല. ഇൻകാനൻ നിദാഉ അലൽ ഉല്യ, ഉല്യയിൽ വെച്ച് വിളിച്ചു പറഞ്ഞത് യാ യുഹന്നാസ് ഇന്നല്ലാഹ ഖദ് ജഅലകും ബൈതൻ എന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞെന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഗർഭാശയത്തിലുള്ള കുട്ടികൾ പോലും അത് കേട്ടു. ഖിയാമത്ത് നാൾ വരെ ഇവിടെ ഹജ്ജ് ചെയ്യാൻ വിധിക്കപ്പെട്ടവർ ഇവിടെ വന്നുകൊണ്ടിരിക്കും. അന്ന് ലബ്ബൈക്ക് ഉത്തരം ചെയ്തു. ഇബ്രാഹിം നബി അത് കേട്ടിട്ടുണ്ട്. ഭ്രൂണത്തിന്റെ ശബ്ദം പോലും എന്ന് പറയുമ്പോൾ അത് എതിരാകുന്നുണ്ട് നേരത്തെ പറഞ്ഞതായിട്ട്. ഫജിഅൽ അഫീദത മിനൻ നാസി ആണെങ്കിൽ ഒന്നും അടങ്ങാറില്ല അല്ലേ? ഇല്ല. ഫജിഅൽ അഫീദത മിനൻ നാസി എന്ന ദുആയാണ് ഇവിടെ വെച്ച് നടത്തി. അല്ലെങ്കിൽ പിന്നെ എന്താണ് അവിടുന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്, വിളിച്ചു വന്നിട്ടുണ്ട്, കിടന്നും വിളിച്ചു വന്നിട്ടുണ്ട് എന്ന് പറയേണ്ടി വരും. കാരണം നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇബ്രാഹിം നബിക്ക് ഈ കല്ല് എന്താകുന്നുണ്ട്, ഇങ്ങനെ സ്പ്രിംഗ് ആക്ഷൻ പോലെ പൊന്തുന്നുണ്ട്, ഇറങ്ങുമ്പോൾ ഇങ്ങനെ താകുന്നുണ്ട്. ഇബ്രാഹിം മക്കാം കാണും ആ ചെപ്പടി കല്ല് കൂട്ടിൻ്റെ ഉള്ളിൽ ഇട്ട് വെച്ചിട്ടുണ്ട്.
അവിടെ പോയെങ്കിലല്ലേ നടന്നു നോക്കല്. കമാ ഊസിറ ലഫു ലബ്ബൈക, ലബ്ബൈക എന്ന ലഫ്സ് തിരഞ്ഞെടുക്കാൻ കാരണം ഖസ്തൻ ലീജാബ്, ഖസ്തൻ എന്താണ് ഖസ്തൻ ലീജാബത്തി ദാലിക നിദാ കമാ മറ 62-ലല്ലേ പറഞ്ഞത്. ലബ്ബ ഇതാ ഉത്തരം ചെയ്യുന്നു ഞാൻ വിളിച്ചിട്ടുണ്ടല്ലോ നേരത്തെ. വലായിന ഫീ ദാലിക റിവായത്തു അന്നഹു നാദാ അലാ മഖാമിഹി അയ്യുഹന്നാസ് ഇന്നല്ലാഹ കതബ അലൈക്കുമുൽ ഹജ്ജ ഇലാ ബൈതിഹി ഫഹുജ്ജൂ വഅദിം ബിന്നാസി ബിൽ ഹജ്ജി എന്ന് പറഞ്ഞാൽ എഴുന്ന് വിളിച്ചു പറഞ്ഞു. അസ്പ്രിങ്ങിന്റെ മേലെ കയറിയിട്ട് കഅബത്തിന്റെ നേരെ മുൻവശത്ത് നിങ്ങൾ പറയുന്ന സന്നിയത്തിലല്ലേ. ഫാജാബത്തുഹു അൻ യുതഫു ഫിൽ അസ്ലാബി ബിലബ്ബൈക, ലബ്ബൈക കൂട്ടിയിട്ട് അതെതിരല്ല, ഒരിക്കലും എതിരാവില്ല. എന്താ എതിരെയല്ല, ഫതുൽ ബാരി നോക്കിയാൽ മതി. ഹഖീലുണ്ട് എന്താണ് ലിഹ്തിമാലി അന്നഹു അദ്ദന അലാ കുല്ലി മിൻഹുമാ, എന്താക്കിയാൽ മതി. ചില ആള് പറയുന്നത് അങ്ങനെയല്ല, എന്ന് വായുന്നത് അത് വായിരുന്നതാന്ന് പോലും കിടന്ന് സുഹൈലി ഇമാമ റിപ്പോർട്ട് ചെയ്യും. ഇബ്നു അബ്ബാസിനെ തൊട്ട് ചെറുറോഗ് നിഹായ മുഹിനിയിലെല്ലാം ഉണ്ടത്. അവിടുന്ന് ക്ഷണിച്ചതല്ല പോലും, ക്ഷണ കിട്ടുന്നാന്ന് പോലും. ഇതാ പള്ളി കാണുന്നില്ലേ, ഈ പള്ളിയിലേക്ക് എല്ലാവരും വന്നു. തെന്നിയത്തുള്ളിയ വെറും ചൂരല്ലേ, അവിടെ വെച്ച് ദ്വാരന്നതാന്ന് പോലും. ഇത്ര അള്ളി പ്രദേശത്തെല്ലാവരും പരത്തും, അതുകൊണ്ട് എല്ലാവരും പരത്തിക്കുന്നു അല്ലേ. പജിയൽ അഫ്രിദത്തമ്മേനാസ് തെഹ്വീയിലേക്ക് ജനങ്ങളുടെ ഹൃദയത്തെ ചായ്ക്ക് ഇതിലേക്ക് കൊണ്ടല്ല ആൾ വരാൻ തുടങ്ങിയത്. ഇവർ പറയുന്നത് രണ്ട് സ്ഥലത്തുനിന്നും വിളിച്ചു വരാനാണ്. എന്തായാലും വഅദിം ബിന്നാസി ബിൽ ഹജ്ജ് എന്ന ഓർഡർ, ഇന്നല്ലാഹ കതബ അലൈക്കുമുൽ ഹജ്ജ ഇലാ ബൈതിഹി ഫഹുജ്ജൂ എന്നാണ് വിളി നടത്തിയത്. രണ്ട് സ്ഥലത്തും ഉണ്ട്. വമഖാമുഹു ഇബ്രാഹിം മഖാം എന്ന് പറഞ്ഞാൽ ഏതാണ്? ഇബ്രാഹിം മഖാം അജറുഹു അൽ മുനസ്സലു ഇലൈഹി മിനൽ ജന്ന, സ്വർഗ്ഗത്തിൽ നിന്ന് ഇറക്കപ്പെട്ട കല്ല്. കമാ യഅ്തി, അത് സ്വർഗ്ഗത്തിൽ നിന്ന് ഇറക്കപ്പെട്ടതാണെന്ന് 92-ൽ തെളിയിക്കുന്നുണ്ട്. അജറുൽ അസ്വദ് അന്ന് വെളുത്തതായിരുന്നു, ജനങ്ങളുടെ പാപം കൊണ്ട് കറുത്തുപോയതാണ്. പരിശുദ്ധമായ വെള്ളയായിരുന്നു. അതെന്നെ സംഭവം 92-ലുണ്ട്. അങ്ങനെ മഖാം ഇബ്രാഹിം എന്ന് പറഞ്ഞത് കാലെടുക്കുന്നത് ഇബ്രാഹിം നബിയുടെ കാൽ തട്ടിയ കല്ല്. എന്താണ് പിന്നെ രാജാവ് തീർന്നതെന്നെല്ലാം പറഞ്ഞത് അടുത്തില്ല. ഇത്രയും പറഞ്ഞതിൽ നിന്ന് ബോധ്യപ്പെട്ടു. എന്താ ബോധ്യപ്പെട്ടത്? തെറ്റിച്ചിരിക്കൽ എന്തുണ്ട്? ലിമൻ ലൈസ അലാ തരീഖി ലിദുഖൂലി, അതിലെ കയറണമെന്നുണ്ടെങ്കിൽ മാത്രം കുളിക്കാനായിട്ട് വരണ്ട. അതിലെ ചുറ്റിത്തിരിച്ച് വരുമ്പോൾ ഈ തവ കിട്ടും, കുളിക്കാനും കഴിയും. കുളിക്കാനായിട്ട് വരണ്ട, അത് പറഞ്ഞിട്ടുണ്ട്. എത്തിയെടുത്ത് കുളിച്ചോ, ഇത്ര ഡിസ്റ്റൻസ് മാറിയിട്ട് കുളിക്കാനായിട്ട് വന്നാൽ മതിയാവില്ല. لأن حكمة الدخول لا تتأتى إلا بسلوكها بخلاف الغسل. നലാഫത്താണ്, അത് കിടന്ന് കുളിച്ചാലും മതിയാവില്ലേ? അങ്ങ് നടന്ന് കുളിച്ചിട്ട് വന്നാൽ പോരെ? മതി പോരെ? മതി. പിന്നെ വൈസന്നു അയ്യദ്ഖുല വലൗ ഫിൽ ഉംറത്തി നഹർ, രാത്രി എവിടെയെങ്കിലും തങ്ങിയിട്ട് പാതിരാക്കത്ത് കയറി വരാൻ പാടില്ല. സോബി വാങ്ങി കൊടുക്കുമ്പോഴേക്ക് കഅബത്തിന്റെ മുമ്പിലെത്തണം. പകലാൻ അതന്നെ വയറ് സുഖിക്കുക. പാതിരാക്ക് വേണ്ട. വദക്കറു മാഷിയൻ, വദക്കറു മാഷിയൻ ഹുസൈൻ മഹഫിയൻ ഇല്ലം യഖ്ശ നജാസത്തൻ ഔ മശഖത്തൻ.
മശക്കത്തോ നജാസത്തോ ഉണ്ടെങ്കിൽ പിന്നെ ചെരുപ്പിട്ടിട്ട് തന്നെ വന്നു. അകത്തൊന്നും ചെരുപ്പിട്ടോ, ശുദ്ധിയുള്ള ചെരുപ്പ് അല്ലേ. പെണ്ണിന് ഇതൊന്നും ബാധകം പറഞ്ഞിട്ടില്ല. മാഷി എന്ന് പറഞ്ഞതും അഫിയൻ എന്ന് പറഞ്ഞ പെണ്ണിന് പറഞ്ഞിട്ടില്ല അല്ലേ. ഇത് ഉംറക്ക് മാത്രമല്ല പോലും ഹറമ മുതൽക്കേ നടക്കൽ എന്തുണ്ട്, ഹറമ മുതൽക്കേ നടക്കൽ എന്തുണ്ട്. ഇല്ലതാ ആടെ പറയുന്നതാ ഉള്ളിൽ എല്ലായിടത്തും ചെരുപ്പൂരിയിട്ട് നടക്കല്. ഹാഫിയന്റെ ചെറിയ നോക്ക് പറയുന്നു 50 കിലോമീറ്റർ അപ്പുറത്ത് ഹറമ തുടങ്ങിയില്ലേ, അവിടുന്ന് ചെരുപ്പ് ഊരി വെക്കാൻ തുടക്കണം. പോലും കഅബയെ ബഹുമാനിച്ചുകൊണ്ട് പിന്നെ ചെല്ലേണ്ടതെല്ലാം മുമ്പാറുണ്ട്. അതിർത്തി കാണുമ്പോൾ ചെല്ലേണ്ടത്, കഅബ കാണാൻ തുടങ്ങിയാൽ ചെല്ലേണ്ടത്, കഅബത്തിന്റെ വളരെ അടുത്ത് പോയിട്ട് ചെല്ലേണ്ടത്, അതെല്ലാം ഹൃദയത്തിൽ ഹാജരാക്കി വെച്ചെങ്കിലേ ചൊല്ലിക്കൊടുക്കാൻ കഴിയും. പിന്നെ അന്നേരം ഏട് വരുത്തിയാലാവോ? അന്നേരം അവിടെ എത്തുമ്പോ പറഞ്ഞോളി അതാ കഅബ കണ്ടാണ് ചെല്ലേണ്ടത്. ഔറാദ് വയ്യകൂല പറയുന്ന സുന്നത്താണ്. കെട്ടാതെ ആളായാലും ചെല്ലണം. കഅബ കാണുന്നോ ഉറങ്ങിയെന്ന് പിന്നെ ഇതാ ബൈത്ത. കഅബ കണ്ടാലെന്ന് പറഞ്ഞാൽ കാണാൻ സാധ്യത ഉണ്ടെങ്കിൽ എന്നല്ല, തെങ്ങ് ബിൽഡിങ് എന്തെല്ലാം ഉണ്ടായാലും കഅബ കാണൂല. യഥാർത്ഥ കാണൽ കാണുമ്പോ അടവിൽ കുമ്പമതി ആമ പോലത്തെ ഇവർ ബസീറായിരുന്നെങ്കിൽ കാണും. ആ സ്ഥലത്തെത്തുമ്പോ ഇലാ മഹല്ലി യറാഹുമിന്നുലവക്കാരം മറ്റുള്ളവർക്ക് മിൽഫീല് കാണരുത്, ഒരു ഹിജാബും ഇല്ലാതെ സാക്ഷാൽ കഅബ 100% കാണാൻ തുടങ്ങിയാൽ മുനാസഹത്തിൽ അദ്റഈ ഫീ നഹ്വിൽ അമ മർദൂറത്തു ദൂരത്ത് വരുന്നാക്ക് മാത്രമല്ല പോലും അല്ലെങ്കിൽ മുഖീമുമി മക്കാലിക്ക ഞാൻ അതെ പുറമേ നിന്ന് ദൂരെ നിന്ന് വന്നാക്ക് മാത്ര അമാന വിഷയത്തിൽ തർക്കിച്ചിട്ടുണ്ട്. ഒരു തർക്കം ഇവിടെ എടുക്കൂല. اللهم زد هذا البيت تشريفا وتعظيما وتكريما ومهابا جاء في مرسل ضعيف. കണ്ണി മുറിഞ്ഞതായ ബലഹീനമായ ഒരു ഹദീസുണ്ട്. അപ്പോൾ മർഫൂഇൻ കണ്ണി ജോയിന്റ് ഉള്ളതിലുണ്ട്. ഫീഹി മുത്തഹമുൻ ബിൽ മദ്ഹി മൗദൂആണോ എന്ന് സംശയിക്കപ്പെടുന്ന ആൾ. അപ്പോൾ ഇവർ കഴിവെന്താന്നില്ലേ ഹദീസിൽ ഫബിറൻ എന്നും ചേർത്തിട്ട് കാണുന്നുണ്ട്. ഹദീസ് ഹജ്ജിന്റെ ബുക്കിലാണ് കിട്ടത്. ഇബ്നു പറയുന്ന അങ്ങനത്തെ ഒന്നും കണ്ടോ നല്ലതേ ഞാനുണ്ട്. അല്ലാഹുമ്മ സിദ് ഹാദൽ ബൈത തശ്രീഫൻ വതഅദീമൻ വതക്രീമൻ വമഹാബൻ വബിറൻ എന്ന് ഞാൻ ഉൾപ്പെടുത്തില്ല. മുർസലുൽ ദഈഫ മർഫൂആണെന്ന് പറയപ്പെടുന്നു. മുത്തഹമുൻ ബിൽ ബദ്ആൻ ഐ സിയാദതൻ ഫീ സായിരിഹി. വബിറൻ എന്ന് പറഞ്ഞാൽ ഐ സിയാദതൻ ഫീ സായിരിഹി. അല്ലാഹുമ്മ സിദ് ഹാദൽ ബൈത എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലാഹുമ്മ അല്ലാഹുവേ സിദ് ഹാദൽ ബൈത തശ്രീഫൻ വതഅദീമൻ വതക്രീമൻ വമഹാബത്തൻ. അതിൻ്റെ കൂടെ ബിർറ് വേണ്ടേ? വേണ്ട. ജാഅ ഫീ മുർസലിൻ ദഈഫിൻ വമർഫൂഇൻ ഫീഹി മുത്തഹമുൻ ബിൽ ബദ്ഇ വബിറ. ഈ ഐ എന്ന് പറഞ്ഞാൽ സിദ് എന്നതിൻ്റെ പരിഭാഷ, ബിർറിൻ്റെ അല്ല. കഅബ ശരീഫിന് എന്താ തശ്രീഫുണ്ട്? കഅബ ശരീഫിന് തശ്രീഫ ഐ സിയാദത്തുൻ ഫീ സായിരിഹി മാ അയറല്ലാഹു പിന്തിരിഞ്ഞു അൻഹു. അസ്ഹാബ് വബിറൻ എന്ന് പറഞ്ഞ കഷ്ണത്തെ തൊട്ട് പിന്തിരിഞ്ഞു. അത് കാന്നഹു ഇല്ലത്തിൻ റഔഹ ഫീഹി വേണ്ടതുപോലെ അടവ് കണ്ടത് കൊണ്ടാണ് വബിറൻ ചേർക്കാത്തത്. പിന്നെ അതിൻ്റെ മത്തനിലും ഇല്ലല്ലോ. മസീദ് നീയത്തി മൻ ശറഫഹു വഅല്ലമഹു. ആർക്കും മസീദ് മൻ ശറഫഹു വഅല്ലമഹു. അതാരാണ് ബഹുമാനിച്ചാൽ? നീ അധികരിപ്പിക്കുക തശ്രീഫൻ. തശ്രീഫാന്ന് പോലെ അധികരിപ്പിക്കണം. തഅദീം വേണ്ട,
തഅലീമ് വയ്യല്ലേ തശ്രീഫം വ തക്രീമം വ തഅലീമം ഇടമിലുണ്ട് ഹുവ അത്തർഫീഉ വൽ ഇഅലാ വ തക്രീമൻ ഐ തഫ്ളീലൻ വ തഅലീമൻ വ ബിർറൻ ഷാഫി ഇമാം നബിയുനാ റസൂലുള്ളാഹി തങ്ങളെ തൊട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മുസ്നദ് ഷാഫിയിലുണ്ട്, ബൈഹഖിയിലുണ്ട് കേട്ടോ. ഇല്ല അന്നഹു ഖാല, പക്ഷേ ഷാഫി ഇമാം പറയുന്നത് വകറമഹു എന്നാകുന്നു ബദല വഅള്ളമഹു എന്നാണ്. ഇമ്മ ശറഫഹു വഅള്ളമഹു എന്ന കഷ്ണമല്ല ഷാഫി ഇമാം മൊഴിഞ്ഞത്. പിന്നെ പക്ഷേ ജുംഹൂർ മൊഴിഞ്ഞത് ശറഫഹു വഅള്ളമഹു എന്നാണ്. അതുകാര്യം അള്ളമഹു എടുത്തത്. ഇമാം പറയുന്നത് കറമഹു എന്നാണ് പറഞ്ഞത്. കണ്ടോ? وكان حكمة تقديم التعليم على التكريم. ബൈത്ത് പറയുമ്പോൾ തക്കി وكان حكمة تقديم التعليم على التكريم. തഅലീം തക്രീം ആടാ നോക്ക്. ഒന്നാം പോയിന്റ് പറഞ്ഞല്ല. ഫക്സുഹു ഫീ ഖാസിദി ഫക്സിഹി ഫീ ഖാസിദി. മരുന്നാളുടെ വിഷയത്തിലോ അതെന്താ എങ്ങനെ കാൽസി ഫെറോ കാൽസ്യം എന്തുണ്ട്? കാൽസി ഫെറോ കാൽസ്യം എന്ന് പറഞ്ഞാൽ ഫെറോ ഇരുമ്പ് സത്താണ് 90%. അതിന്റെ കൂടെ കാൽസ്യം ഉണ്ട്. ഫെറോ കാൽസ്യം മെഡിക്കൽ നടത്തണോ എങ്കിൽ ഇതെല്ലാം കിട്ടും. എത്രേ മെഡിക്കലുകാരെ ശ്രമിച്ച് നമ്മൾ പറഞ്ഞു കൊടുത്തില്ലേ. കാൽസ്യം ഫെറോ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഇത് 90% കാൽസ്യം, ഫെറോ കുറച്ചുണ്ട് എന്ന് മാത്ര. ഈ വിളർച്ച ഉണ്ടായവർക്ക് കാൽസ്യം ഫെറോ മതിയാവില്ല. ഫെറോ കാൽസ്യം. അന്നൽ മഖ്സൂദ ബിദ്ദാത്തി ഫിൽ ബൈത്തി. ആദ്യം എന്താക്കിന്ന്? ആദ്യത്തേൽ തഅലീം പറഞ്ഞിട്ട് തക്രീം പറഞ്ഞു, രണ്ടാമത്തേൽ തക്രീം പറഞ്ഞിട്ട് തഅലീം പറഞ്ഞു. അത് സാഹിര്യങ്ങളെ പറ്റി അത് വ്യത്യാസമുണ്ട്. അന്നൽ മഖ്സൂദ ബിദ്ദാത്തി ഫിൽ ബൈത്തി ഇൽഹാർ അളമതിഹി ഫിൻ നുഫൂസിയ ഹത്താ തഖ്ലാ ലി ശറഫിഹി വതഖൂമ ബിഹുഖൂഖിഹി ثم كرامته بإكرام زائريه بإعطائهم ما طلبوا وإنجازهم ما عملوا. അവർ ആഗ്രഹിച്ചതിനെ കൊടുത്തുകൊണ്ടു അല്ലേ? അതേ സമയത്ത് സിയാറത്ത് ചെയ്യുന്ന ആളുടെ സംഭവം എന്താണ്? ഹക്കീക്കത്തിൽ എന്തല്ല വൈത്തിനല്ല തഅലീമിൻ്റെതായിട്ട് കേട്ടാ. ظاهر وجود كرامته عند الله تعالى بإسماء الله عليه وعفوه. അവൻ പ്രവർത്തിച്ചതായ ഒന്നിനെ തൊട്ട് വക്തറഫഹു രണ്ടോ തന്നെ. സുമ്മ അളമതുഹു എന്നും വായിക്കാം, അളമതിഹി എന്നും വായിക്കാം. എന്താണ് സുമ്മ അളമതിഹി? എന്താണ് സുമ്മ അളമതിഹി എന്ന് ചേർന്ന് കൊടുക്കും. കറാമത്തിന്റെ മേലെ അത്തിഫ, അല്ലെങ്കിലോ വുജൂദിന്റെ മേലെ അത്തിഫാക്കൽ. സുമ്മ അളമതുഹു വുജൂദും ഇല്ലേ അതിന്റെ മേലെ അത്തിഫാക്കിയാൽ മർഫൂആവും. പിന്നെ കറാമത്തില്ലേ അപ്പുറം അവിടെ എടുത്താല് ബൈനാബിനായി ജിൻസി ബിളുഹൂരി തഖ്വാഹു വഹിദായത്തി വയുർസിദു ഇലാ ഹാദാ. ഇതൊക്കെയാണ് മുറാദ് എന്നതിലേക്ക് അറിയിക്കുന്നുണ്ട്. ഖത്മു ദുആയിൽ ബൈത്തി ബിൽ മഹാബ. ബൈത്തിന്റെ ദുആ അവസാനിക്കുന്നത് അതുകൊണ്ടാണ് മഹാബ അന്നാശിയത്തി അൻ തിൽക്കൽ അളമ. മഹാബ എവിടുന്നാ വന്നത്? ഇത് ഹിയ കാരണം ഇത് ഹിയ അത്തൗഖീർ വൽ ഇജ്ലാൽ. ഇത് ഹിയ മഹാബത്ത് തൗഖീർ ഇജ്ലാൽ എന്നിവയാണ്. വദുആയി സായിരി സായിറിന്റെ ദുആ ഖത്മാക്കിയത് ബിൽ ബിജി അന്നാശി അൻ ദാലിക തക്രീം.
ഇത് ഹുവ അൽ ഇത്തിസാഉ ബിൽ ഇഹ്സാൻ. കാരണം തക്രീം എന്ന് പറഞ്ഞാൽ എന്താ? ആ ആ ഇത് ഹുവ അൽ ഇത്തിസാഉ ബിൽ ഇഹ്സാൻ. അക്കണക്കിന് ഇത് ഹിയ എന്ന് പറഞ്ഞാലോ ഖത്മു ദുആഇൽ ബൈത്ത് ബിൽ മഹാബ അന്നാസിയതി അൻ തിൽക്കൽ അളമ. ഇത് ഹിയ അത്തൗഖീർ വൽ ഇജ്ലാൽ. മഹാബത്ത വേണ്ടി ഇത് ഹിയ അളമത്തിലേക്കല്ലേ, അളമത്തിലേക്കല്ലേ. അതേപോലെ ദുആഇ സായിരി ബിൽ ബിസ്രി അന്നാസി അൻ ദാലിക തക്രീം. ഇത് ഹുവ തക്രീം അൽ ഇത്തിസാഉ ബിൽ ഇഹ്സാൻ. എന്താ ദുആ ചെയ്യേണ്ടത്? ഇതിന്റെ ബാക്കി അല്ലാഹുമ്മ അൻത സലാം വമിൻക സലാം വഹയ്യിനാ റബ്ബനാ ബിസലാം. അല്ലാഹുമ്മ അൻത സലാം, കർത്താവേ നീയാണ് സലാം. ഐ അസ്സാലിമു ബികുല്ലി മാ ലാ യലീഖു ബിജലാലി റുബൂബിയ്യതി വകമാലി ഉലൂഹിയ്യതി. അല്ലെങ്കിൽ ഔ രക്ഷപ്പെടുത്തുന്നവൻ, നീ അബീദിക്ക ആഫാത്തിൽ നിന്ന് രക്ഷപ്പെടുന്നവൻ, രക്ഷപ്പെടുത്തുന്നവൻ. മുസല്ലിം രക്ഷപ്പെടുത്തുന്നവൻ. വമിൻക നിന്നിൽ നിന്ന് മാത്രമാണ്, അല്ലാതെ ലാമിൻ ഗൈരിക. അസ്സലാം ഐ അസ്സലാമത്തു മിൻ കുല്ലി മക്റൂഹിൻ വനഖ്സി. ഫഹയ്യിന നമ്മളെ ജീവിപ്പിക്കുന്നല്ല, നമ്മളോട് അഭിവാദ്യം ചെയ്യും. അഹീനാണല്ലോ, ഹയ്യായു ഹയ്യി മുഹയ്യ അഭിവാദ്യം ചെയ്യലല്ലേ, സലൂട്ട് കൊടുക്കല്. ഹയ്യായു ഹയ്യി ജീവിപ്പിക്കൽ. ഫഹയ്യിന ഞങ്ങൾക്ക് സലൂട്ട് താ റബ്ബനാ ബിസലാം. അയ്യാൽ അംനി മിമ്മാ ജനൈനാഹു വലാ ഫുവി അമ്മ ഖറഫനാഹു. വയ്യഖി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഞങ്ങളെ തൊട്ട് ഇസ്നാദിൽ ലൈസ ബിൽ കവി എത്ര വലിയ സാമർത്ഥ്യമുള്ള ഇല്ല. എന്നിട്ട് സുമ്മയതുക്കുറി പൗരനൽ മസ്ജിദ. ഉടനടിയായി പിന്നെ നോക്കിക്കാൻ പാടണ്ട, അറ്റൻഷനായിട്ടാണ് ഇത് പറയേണ്ടത്. ഉടനെ കാലെടുത്ത് വെക്കണം പള്ളിയിലേക്ക്. ഒരു ഹലാൽ ഏറെ കെട്ടിയാളായാലും അല്ലെങ്കിൽ അവിടെ പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പുറത്തേ വരാൻ പാടുള്ളൂ. കുറെ അങ്ങോട്ട് പോയിട്ട് കയറി ഇതിലേ കയറാൻ പാടില്ല. ഏതിലും കയറാം, ആയിരക്കണക്കിന് കവാടങ്ങളുണ്ട്, അതിലൊന്നും കയറാൻ പാടില്ല. കുറെ അങ്ങോട്ട് പോകാൻ ഖദീജ ബീബിന്റെ ബെഞ്ചിനോടടുത്ത് സഫാ മർവ ട്രാക്കിന്റെ അടുത്തേക്ക് അവിടെ പോയിട്ട് കയറണം. അല്ല നിങ്ങൾ ഫിലിം നോക്കാൻ അറിഞ്ഞാൽ അല്ലെങ്കിൽ അവിടെ തന്നെ കാണുമല്ലോ. ലിമായത്തി 69 വരുന്നുണ്ട്. ഖുദൂമിന്റെ തവാഫ് ചെയ്യാതെ രക്ഷണ്ട. നമുക്ക് നേരെ കയറ ഒറ്റ നടത്തം നടന്നാൽ. പക്ഷെ എന്ത് വേണം, നിങ്ങൾ കടക്കുമ്പോ ചെയ്യുന്ന ഉണ്ടാവും ഞങ്ങൾക്ക് പോകുന്നത്, അത് മുറിച്ചിട്ട് വേണം കടക്കാൻ. അങ്ങനെ പ്രയാസം. സഫാ മർവ ട്രാക്കാന്നാടെ. അപ്പം നിങ്ങൾ വരുമ്പോൾ അത് മാറ്റിത്തരും ഇങ്ങോട്ട്. ഈ സാധാരണ ലൈറ്റെല്ലാം അടിക്കുന്നവർ അന്നില്ലേ, അടയാളം കിട്ടിയാലോ സിഗ്നൽ കിട്ടിയാലോ പോകാൻ പറ്റും. സഫാ മർവക്കാർ ഇങ്ങോട്ട് പോയിക്കോളും. സഫാ മർവ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ടാവും. അവിടെ എത്തിപ്പിക്കും, എന്നിട്ട് കിടന്നു. ഏതൊരാളും ഉദ്ഘാടന തവാഫ് ചെയ്യാണ്ട് എത്തിണ്ടോ? എന്തുകൊണ്ടോ അതിലേക്ക് അറിയാമെന്നു എങ്ങനെ കഅബ കിട്ടല്? കഅബത്തിന്റെ മുഖം കിട്ടോ? സാക്ഷാൽ കഅബ നിങ്ങളെ മാടി വിളിക്കുന്നത്. ഇതേപോലെ പോകുമ്പോൾ നേരെ കഅബത്തിന്റെ വാതിലേക്ക് എത്തല്. ഒരേ ലെവലിൽ നടന്നാൽ മതി. ബാബുസലാമിലൂടെ നല്ല തിരക്കുണ്ടാവും. അറ്റം കിട്ടാത്തത് കൊണ്ട് ഇതിലെല്ലോ കയറ്റി വിടുന്നുണ്ട്. പക്ഷെ ബുദ്ധിമുഖന്മാർ ഇതിൽ തന്നെ കയറും. ഇങ്ങനെ നടന്നാൽ കുറച്ച് നേരം നിൽക്കേണ്ടിയും വരും. സഫാ മർവക്കാർ സിഗ്നൽ തരുന്നാൽ നിൽക്കേണ്ടിയും വരും. അവിടെ മേത്തേക്ക് പാഞ്ഞു കയറണ്ട. സഫാ മർവ അതിലൂടെ വരുന്നത് അങ്ങേ മൂലയാണ്. മിൻബാബി ബനീ ശൈബ വഹുവ അൽ മുസമ്മ അല്ലാന ബിബാബി സലാം. ബാബു ബനീ ശൈബ എന്നല്ല ഇപ്പോഴത്തെ പേര്. പിന്നെ അതിലൂടെ അത് ഹജ്ജിന് കൊണ്ടപ്പോ നാൾ പറയും ഇതിലേവാ വന്നിട്ട് നേരെ നടക്കാൻ പറയും. സുബ്ഹാനല്ലാഹ്, നേരെ ഇബ്രാഹിം മഖാം, പിന്നെ കഅബത്തിന്റെ
ആ പൊന്നിന്റെ വാതിൽ അതിലുള്ള സുഹൃത്ത്. അപ്പൊ നേരെ സ്വാഗതം. വൈലം യക്കുന്നല്ലാത്ത രീതിക്ക് അവൻ വന്നത് വേറെ വഴിയിലാണ്, അതിലേക്ക് കയറാൻ കാബയിലേക്ക് കയറരുത്. ഇത് തന്നെ വന്നിട്ട് എന്താക്കണം, കുറേ ഇങ്ങോട്ടേക്ക് വരണം. കുറേ എന്ന് പറഞ്ഞാൽ അർഫയിൽ അങ്ങേക്ക് ദൂരത്തേക്ക് പോകുന്ന വഴി, ഖദീജ ബീവിന്റെ വീടിലുള്ള ആ ഭാഗത്ത്, ആ മക്തബിലേക്ക് പോകുന്ന വഴിയിലേക്ക് പോയിനാ. ഓ അങ്ങനെ അതിലേക്ക് അണ്ടർഗ്രൗണ്ട് ഉണ്ട്, മേലെയുണ്ട്. അപ്പുറം നല്ലത്, അപ്പുറം നേരെ ദൈവത്തിലേക്ക് എത്തും. അണ്ടറിലേക്ക് ഇറങ്ങിയാൽ അങ്ങത്തിച്ചൊരു കയറ്റം കയറണം. അണ്ടറുണ്ട്. ബാബു സലാം തന്നെ. ബാബു സലാമിന്റെ അപ്പർ ഗ്രൗണ്ടിലേക്ക് പോകും. എന്നല്ല, നേരെ നിങ്ങൾ അവിടെ ചെന്ന് മുട്ടുന്നത് കായപത്തിലേക്കാണ്. ഇനി അണ്ടറിൽ 2ാം വരി 3ാം വരിയിലുണ്ട്. അതിലെ പോയാലുണ്ടല്ലോ കുറേ അങ്ങോട്ട് എത്തുമ്പോൾ കയറണം. അങ്ങനെ കാര്യം. അപ്പൊ എന്താ, നിങ്ങൾക്ക് ഈ റണ്ണിങ്ങിൽ കായവ കാണാൻ തുടങ്ങൂല. റണ്ണിങ്ങിലെ ചുമര് മാത്രം ഇങ്ങനെ കാണും. ആ ഇത് കേറുമ്പോൾ തന്നെ അങ്ങനെ കായവ നിങ്ങളെ വിളിക്കുന്നുണ്ട് എന്നാണ്. കണ്ടാ لما صح أنه صلى الله عليه وسلم دخل منه في عمرة القضاء من خزيمة بيهقي ابن عباس അങ്ങനെ തൊട്ട് പറയുന്നുണ്ട്, നബി ഞങ്ങൾ ഏതിലെല്ലോ കയറാൻ ചാൻസ് കിട്ടി കയറുന്നില്ല പോലും. ഡോണ്ട് വറി. ഇപ്പൊ പോയി കായപത്തിൽ കുറെ പോയിനാ. ഒന്നാ വല്ലാഹി അന്നഹു ലം യകുൻ അലാ തരീഖി. അന്ന് നബിതങ്ങൾ ആ റൂട്ടിലൂടെ അല്ല വന്നത്. എന്നിട്ടും ഒടിഞ്ഞിട്ട് എന്താക്കി, ബാബു സലാം കിട്ടിക്കാൻ വേണ്ടി നല്ല പണിയെടുക്കും. നല്ല അറേഞ്ച്മെന്റ്. ബാബു ഇബ്രാഹിം നബിതങ്ങൾക്ക് സ്വാഗതം കിട്ടിയത് ബാബു ഇബ്രാഹിം. നിനക്കറിയാം, ആക്ഷേപിക്കപ്പെട്ടു. നബിതങ്ങൾ ഒടിഞ്ഞു കിട്ടിയത് ബാബു സലാം കിട്ടാൻ വേണ്ടിയൊന്നല്ല പോലും. പിന്നെ അപ്പോൾ ലാസിമായി വരുന്നു അന്നഹു അലാ തരീഖിഹി. ബാബു സലാമും എന്താവും, അല്ലാണ്ട് ബാബു സലാം തേടിയിട്ട് പോയതൊന്നും അല്ല. പോയൊട്ടു തട്ട് ജംബി ഒടിഞ്ഞു കുത്തിയത് ഇന്നമാക്കാലി അഞ്ചത്തിൽ വതായില്ല. ഇവിടെ ചുറ്റാൻ വലിയ പണിയെടുക്കേണ്ടി വരില്ല. ദവറാനി അതേ സമയത്ത് അതുകൊണ്ടാണ് ഇവിടെ ഒടിഞ്ഞു ചുറ്റാൻ തന്നെ വേണം. എന്തായാലും ഒടിഞ്ഞിട്ടാണെങ്കിൽ ഒടിഞ്ഞിട്ടും വരണം. അവിടെ ഖിലാഫുണ്ടാ? ഇല്ല. ഖിലാഫ് മുഴുവൻ അടയാളം സനിയത്തുല്യക്ക് വേണ്ടി ഒടിയണോ വേണ്ടിയോ? കാരണം നാടൊന്നായി ചുറ്റണം. സനിയത്തുല്യ ഇത് കഅബത്തിന് മാത്രമേ ചുറ്റുണ്ടൂ. ചുറ്റൽ വ്യത്യാസമുണ്ട്. എന്താ കുറേ ചുറ്റണം. അതുകൊണ്ടാണ് ആ വഴിയിൽ അല്ലെങ്കിൽ ചുറ്റിയിട്ട് വരാനൊന്നും വേണ്ട, കിട്ടിയെടുത്ത് കയറിക്കോ എന്ന് പറയാൻ കാരണം ഒരു കൗലി. എന്നാലും ചുറ്റണമെന്നാണ്, എന്തായാലും ചുറ്റണമെന്നാണ് ബാബു സലാം കിട്ടാൻ. കാരണം ചെറിയ ചുറ്റേ അവിടെ വരുന്നുള്ളൂ. അതെ, അത് ഒന്ന് വലത് ചുറ്റലേ, ഒന്ന് കെട്ടിടം ചുറ്റലേ. കെട്ടിടം ചുറ്റലേ വളരെ എളുപ്പമാണ്. വലതൊന്നായിട്ട് ചുറ്റലോ ഭയങ്കര പ്രയാസമാണ്. അതുകൊണ്ട് ഇവിടെ ഇത്തിഫാഖിന്റെ മഹലാണ്. എന്ത് ബാബു സലാം കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് വേണം? ചുറ്റണം. എന്താകണം? അതേ സമയത്ത് അതെ കിട്ടണ്ടെങ്കിൽ വേണം. 10-12 കിലോമീറ്റർ പോയിട്ട് അതിലേക്കൂടെ വരണ്ടേ? പ്രയാസമുണ്ടോ? അതുകൊണ്ട് ഇവിടെ ഇത്തിഫാഖിന്റെ മാറ്റി. വലിയ
അത് പോരാ. ഹജറുൽ അസ്വദിന്റെ പോലിച്ച നിങ്ങൾ പറയുന്നില്ലേ? അന്നേരം ഹജറുൽ അസ്വദ് പറയണമെന്നുണ്ടെങ്കിൽ ജിഹത്ത് ബാബിൽ കഅബ വജിഹത്തുൽ ഹജറുൽ അസ്വദ് നിങ്ങൾ കൂട്ടി പറയാ. നിങ്ങൾ ഇവിടെ പറയുന്ന ഹജറുൽ അസ്വദിന്റെ മഖാം പത്ത്. അപ്പോൾ ഇത് പറഞ്ഞാൽ പോരാല്ല. അവിടെ കിടക്കുന്നുണ്ട് ഹജറുൽ അസ്വദ്. അതാണ് ഹജറുൽ അസ്വദാണ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത് എന്ന് ഇവിടെ കൂട്ടി പറയണ്ടേ അല്ലേ? വൽബുയൂതു തുതാ മിൻ അബ്വാബിഹാ. ഏത് വഴി കയറുമ്പോൾ ഫ്രണ്ടിലല്ലേ കയറേണ്ടത്? അടുക്കള ഭാഗത്തിലാകണം. കാനത്ത് ജിഹത്ത് ബാബിൽ കഅബ അഷ്റഫ ജിഹാത്തിഹൽ അർബഈ. കഅബന്റെ 4 ജിഹത്തുകളിൽ ഏറ്റവും അഷ്റഫ് അഫ്ളൽ അയല ഏതാണ്? കാരണം ഇബ്രാഹിം മഖാം കിട്ടും, ഹജറുൽ അസ്വദ് കിട്ടും, മുൽതസം കിട്ടും, സ്വർണ്ണത്തിന്റെ വാതിൽ കിട്ടും, ഹിജ്ർ ഇസ്മായിൽ കിട്ടും. മറ്റേ 3 മൂലക്ക് അങ്ങനത്തെ ഒന്നുമില്ല. ഒരു കെട്ടിടം മാത്രമേ കാണുള്ളൂ. പോയിഞ്ഞാ നിങ്ങളെ ഇപ്പൊ കുട്ടിയിൽ പോക്കുണ്ടല്ലോ വല്ല കടപ്പുറത്തുണ്ടെങ്കിൽ ഓരല്ലേ ഇതിന്റെ ബുക്കെല്ലാം എഴുതിയല്ല എല്ലാ കടപ്പുറത്തുണ്ടായി. അതാ ഇനി ഹജറുൽ അസ്വദിന്റേതാണ്. അപ്പൊ ഇൻക്ലൂഡ് ആക്കിയതാണ്. കഅബ എന്ന് പറയുമ്പോൾ ഹജറുൽ അസ്വദ് ഏതൊരാൾക്ക് ഓർമ്മ വേണമല്ലോ. അപ്പൊ ഹജറുൽ അസ്വദിന്റെ കാര്യം ഇനി ഉണർത്തേണ്ടതൊന്നുമില്ല. എന്നിട്ട് ഹജറുൽ അസ്വദിന്റെ പോലിച്ച മതിയത്. ഹജറുൽ അസ്വദ് എന്താണ്? യമീനുല്ലാഹി ഫിൽ അർദി. അല്ലാഹുവിന്റെ ബറക്കത്താണ്. അയ്യുംദുഹു വ ബറകതുഹു. ബൽതേകൈനല്ല പിന്നെ ബറകത്തുല്ലാഹി യഅതി റുക്നു യൗമൽ ഖിയാമ. കഅബ ഹജറുൽ അസ്വദിന്റെ മൂലവൻ ഖിയാമത്ത് നാളിൽ ജബൽ അബീ ഖുബൈസിനെക്കാൾ വലുതായിട്ട് അതിന് നാവുണ്ട്, ചുണ്ടുണ്ട്, സംസാരിക്കും തൊട്ടുമുത്തിയവർക്ക് വേണ്ടി. വഹുവ യമീനുല്ലാഹ്. അല്ലാഹുവിന്റെ യമീനാണ്. അല്ലത്തി യുസാഫിയു ബിഹാ ഖൽഖഹു. അത് ഉപയോഗിച്ചുകൊണ്ടാണ് ജനങ്ങളെ മുസാഫഹത്ത് ചെയ്യുന്നത്. ഇബ്നു ഖുസൈമ ഹാക്കിം ഔ മിൻ ബാബിൽ ഇസ്തിആറത്തി തംസീലിയ. അല്ലെങ്കിൽ അമിതമായി ഉദാഹരണം കൊടുത്തതും ആകായത്. വലത്തെ കൈ തന്നെ മന പറ്റോ, ഒന്നിക്കൽ ബറക്കത്ത് എന്ന് വെക്ക്, അല്ലെങ്കിൽ അമിതമായി ഉദാഹരണം കൊടുത്തത്. ഇത് ഒരു രാജാവിനെ കാണാൻ പോകുമ്പോൾ അമ്മ ബാബഹു വഖബ്ബല യമീനഹു അല്ലേ? അങ്ങനെയല്ല ഉദാഹരണമാക്കിയിട്ടുണ്ട്. ഒരു രാജാവിനെയാണ് കാണാൻ പോകുന്നതെങ്കിൽ അമ്മ ബാബഹു വഖബ്ബല യമീനഹു ലിയഉമ്മഹു മഅറൂഫു. അവനെ അമ്മാക്കാൻ വേണ്ടി ആ രാജാവിന്റെ ഗുണങ്ങൾ കിട്ടാൻ. അപ്പൊ അങ്ങനെ ഉദാഹരണപ്പെടുത്തിയതാക്കാം. അപ്പൊ യമീൻ എന്ന് പറഞ്ഞാൽ എന്തെന്നാക്കാം? വലത്തെ കൈ തന്നെ വെച്ചൂടെ? വലത്തെ കൈ പോലെയാണ് യുസാഫിന്നല്ലേ ഹദീസിലുള്ളത്. അവൻ ബർക്കത്ത് വെക്കണ്ടല്ലോ. വെപ്രാളം പോകും, ഖൗഫ് പോകും, പിന്നെ ശാന്തമാകും അല്ലേ? വൈസന്നുൽ ഖുറൂജു ലിസ്സഈ. വൈസന്നുൽ ഖുറൂജു ലി സൈന് പോട്ടെ. ഇവിടുന്ന പുറപ്പെടല് ബനി മഖ്സൂബ. അതിന് ഇന്നത്തെ പേര് ബാബു സഫ. സ്വന്തം നാട്ടിലേക്കാ പോകേണ്ടതെങ്കിൽ മിൻ ബാബിൽ ഹസ്വറ. ഹസ്വറയിൽ കൂടി പോ. അത് ഹസൂൻ എന്നുണ്ട്, തന്നെ ഹസ്വറ. ചില റിപ്പോർട്ടിൽ ഹസൂൻ ഹസ്വറ. വഖറജ മിൻ ബാബിൽ ഉംറ അബിൽ ഹസ്വറ. കണ്ടോ? വലതിലേക്ക് പോകുമ്പോൾ എന്ത് വേണം? ഹസ്വറയിൽ കൂടി പോകണം. കസ്വറ പോലെ. അത് ഹസൂൻ എന്നും പറയുന്നുണ്ട്. ഫൈലം യതയസ്സർ. അതിലെ കയറാനും ഒന്നും കഴിയുന്നില്ലെങ്കിൽ ബാബുൽ ഉംറയിൽ കൂടി പോയിക്കോ. അതെല്ലാം വേണ്ടതുപോലെ മട്ടം പോലെ ഞാൻ എന്തിൽ പറഞ്ഞിട്ടുണ്ട്. ആശയത്തിൽ പഠിക്കാണ്ടെന്ന് ഒരാൾ രക്ഷപ്പെടില്ല എന്നാ പറയും. വേണ്ട പോലെ ആശയത്തിൽ കലക്കി കുടിക്കുന്നല്ല അല്ലേ?